അവൻ നമുക്ക് ഹീറോ എന്ന് നമുക്ക് വളരെ വ്യക്തമായി കേൾപ്പാനായിട്ടിടയായി. കഴിഞ്ഞ ആഴ്ചവട്ടം ഇടപ്പഴിഞ്ഞിയിൽ തൻ്റെ ജനത്തെ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവ് നൽകിയ ഒരു തിരുവെഴുത്ത് അവർക്ക് നൽകാനായിട്ടിടയായി. അത് സിറ്റി ചർച്ചിനോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാക്കിയാണ്. ചില കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് കേട്ട് ചിലത് പ്രാപിച്ചു മടങ്ങിപ്പോകാൻ ക്രിസ്തുവിൽ ആശയോടെ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഞാൻ അപേക്ഷിക്കുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ വായ്മൊഴിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ആഴ്ചവട്ടം കേൾപ്പാനായിട്ടിടയായത്. The Gospel of Matthew chapter 5 verse 8. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം. ഹൃദയശുദ്ധിയുള്ളവൻ 8-ാം വാക്യം. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അങ്ങനെയുള്ളവർ ദൈവത്തെ കാണും. ഒന്നൊരുമിച്ച് പറഞ്ഞേ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഞാൻ വലിയ ആമുഖങ്ങളൊന്നും കൂടാതെ ആ വചനത്തിന്റെ അർത്ഥം പറഞ്ഞ അനന്തരം ഹൃദയത്തെ ബാധിക്കുന്ന ചില രോഗങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ച് നമ്മളിൽ ആരെങ്കിലും അങ്ങനെയുള്ള രോഗികളാണെങ്കിൽ ഇന്ന് സൗഖ്യമായി കടന്നു പോകാനാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം. ജീസസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ചോദ്യം, ഏതെങ്കിലും ഒരു മനുഷ്യന് ഹൃദയശുദ്ധിയോടുകൂടെ ഭൂമിയിൽ പാർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഇടയിൽ എല്ലാ പുരുഷന്മാരോടും ഞാൻ ചോദിക്കുന്നു, ഇപ്പോഴും നിങ്ങൾ ഹൃദയശുദ്ധിയോടുകൂടെയാണോ തിരുമുമ്പിലായിരിക്കുന്നത്? സഹോദരിമാരോട് ചോദിക്കുന്നു, നിങ്ങൾ ഹൃദയശുദ്ധിയോടുകൂടെയാണോ ദൈവം മുമ്പിൽ ആയിരിക്കുന്നത്? അതിൽ 2 വ്യവസ്ഥയാണുള്ളത്, ശ്രദ്ധിക്കണം. ഒരുവന് ഹൃദയശുദ്ധി ഉണ്ടാകണമെങ്കിൽ that person must not sin even at a single time. ഒരു പ്രാവശ്യം പോലും ആ വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല? പാപം ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു അവസരത്തിൽ പാപം ചെയ്യേണ്ടി വന്നാൽ ആ പാപത്തിന്റെ കറ ഹൃദയത്തിൽ പറ്റും. അവൻ അശുദ്ധനായി കഴിഞ്ഞു. ആയുഷ്കാലത്ത് സ്വന്തം പ്രയത്നങ്ങളാൽ ആ വ്യക്തിക്ക് ശുദ്ധമായി തീരാൻ കഴിയില്ല. ശാരീരികമായ അശുദ്ധിയെല്ലാം നമുക്ക് കഴുകിക്കളയാം. പക്ഷെ ഹൃദയത്തിന്റെ അശുദ്ധി അങ്ങനെയൊന്നും ആർക്കും എടുത്തു മാറ്റാൻ കഴിയുകയില്ല. കർത്താവദാസൻ പറഞ്ഞുവല്ലോ, നമ്മുടെ കർത്താവ് ഹീറോ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞല്ലോ, വിശ്വാസത്തിന്റെ നായകനാണ് ക്രിസ്തു എന്ന് പറഞ്ഞല്ലോ ജീസസ്. കാരണം മറ്റൊന്നുമല്ല, ഹൃദയത്തിൽ പറ്റിയ കറയെ നീക്കുന്നു എന്ന അർത്ഥത്തിലാണ്, ഒരർത്ഥത്തിൽ. സ്തോത്രം. അല്ലാതെ മനുഷ്യ പ്രയത്നത്താൽ ഒരിക്കലും ഒരു മനുഷ്യന് ഞാൻ ശുദ്ധിയുള്ള ഹൃദയമുള്ളവൻ എന്ന് പറയാൻ പാടില്ല, പറ്റില്ല. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത്, the one who is having a pure heart, he must be able to make clean others. മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ശുദ്ധ ഹൃദയമുള്ളവൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ശുദ്ധ ഹൃദയമുള്ളവർക്ക് മറ്റുള്ളവരെ ശുദ്ധമാക്കാൻ കഴിയും. ആ സെൻസിൽ, ആ ആശയത്തിൽ സർവശക്തനായ ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ. ആ ശുദ്ധീകരണം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും ആത്മീയവും ഹൃദയപരവും മസ്തിഷ്കപരവും ജീവിതപരവും ഒക്കെ ആയിട്ടുള്ള ഒരു വിശുദ്ധിയാണ് വേദപുസ്തകം അന്വർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഇത് സാധ്യമോ എന്ന കാര്യമാണ് ചോദ്യം. അപ്പോ അസാധ്യമായ ഒരു കാര്യം നമ്മോട് യേശു പറഞ്ഞതാണോ? നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ള ഹൃദയത്തിലുണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ കാണാൻ കഴിയില്ല. ഒന്ന്, അസാധ്യമായ ഒരു കാര്യം. 2, അടുത്ത വാക്കും അതുപോലെയാണ്, ശുദ്ധിയുള്ള ഹൃദയമുള്ളവൻ ദൈവത്തെ കാണും. സ്തോത്രം. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോ 33-20 വാക്യം, മോശ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവനും മോശ
ദൈവത്തോടുകൂടെ സീനായി പർവ്വതത്തിൽ വസിച്ചവനും, മോശ ദൈവത്തിന്റെ വായിൽ നേരിട്ട് കേട്ടവനും, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മോശയിലൂടെ ദൈവം നടത്തുകയും ഇസ്രായേലിനെ നീട്ടിയ ഭുജത്തോടുകൂടെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാനിലേക്ക് കൊണ്ടുവന്ന പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ മോശ സ്വതന്ത്രം ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു. ജീസസ് ഒന്ന് വായിക്കും മക്കളെ. ദൈവം മോശയോട് പറയുന്നു, മോശെ മോശെ, നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയുകയില്ല. ഒരു മനുഷ്യരും എന്നെ കണ്ടിട്ട് ജീവനോടുകൂടെ ഇരിക്കയില്ല എന്നവൻ കൽപ്പിച്ചു. അപ്പൊ ഒരിക്കൽ ഒന്ന് പറയുകയും പിന്നെ വേറൊന്ന് പറയുകയും ചെയ്യുന്നവനാണോ ദൈവം? അല്ല. കർത്താവിനോട് പറയുന്നു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ഒരു മനുഷ്യർക്കും കാണാൻ കഴിയത്തുമില്ല. എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ക്രിസ്തുവാണ് പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്തൊരു കോൺട്രഡിക്ഷൻ ആണ് ഈ വാക്യം. എത്രമാത്രം ചിന്തിച്ചാലും ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു വേദാംശം മനസ്സിലാക്കാൻ ദുർഗ്രാഹ്യമെങ്കിൽ മറ്റൊരു വേദാംശം കൊണ്ട് അറിയുന്നതാണ് ഏറെ നല്ലത്. ആമേൻ. കാരണം വചന സ്ഫുടമാണ്, സത്യമാണ്, അത് നേരാണ്. അതിന് എതിർ ന്യായങ്ങളോ അഭിപ്രായങ്ങളോ തെറ്റിദ്ധാരണകളോ ഒരിക്കലുമില്ല. അതുകൊണ്ട് നിങ്ങൾ യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം 18-ാം വാക്യം വായിച്ചു നോക്കൂ. ഇതിന്റെ തുടർ ഭാഗങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം വേഗത്തിൽ. ഇരു മനസ്സുള്ളവരൊക്കെയും തന്റെ വഴികളിൽ അസ്ഥിരൻ ആകുന്നു. എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. വായിക്കും മക്കളെ. ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഭാവികളെ കൈകളെ വടിപ്പാക്കുവീൻ. ഇരുമനസ്സുള്ളവരെ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധമാക്കുവീൻ. അപ്പൊ ഒരു മനുഷ്യന് ഡബിൾ മൈൻഡ് ആയിരുന്നാൽ ഹൃദയം അശുദ്ധമാക്കും. ബോഡി, ബ്രെയിൻ, മൈൻഡ്, ഹാർട്ട്, ഇത് 4 വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതികളാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ. ബ്രെയിൻ, മസ്തിഷ്കം, ശരീരം, മനസ്സ്, ഹൃദയം, ഇത് ഡിവൈഡഡ് ആയിട്ടാണ്, വിഭജിക്കപ്പെട്ട നിലയിലാണ്. അപ്പോൾ തന്നെ ഒന്നായി പ്രവർത്തിക്കുന്ന നിലയിലാണ് വേദപുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ഇരു മനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കുവിൻ. അപ്പോ ഹൃദയത്തിന്റെ അശുദ്ധി എങ്ങനെ വരുന്നു? കർത്താവ് പറയുന്നു, ഹൃദയശുദ്ധി ഉള്ളവൻ ഭാഗ്യവാൻ. ഈ ഹൃദയശുദ്ധി ഇല്ലായ്മ എന്തുകൊണ്ട് വരുന്നു എന്ന് ആത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇരുമനസ്, ഡബിൾ മൈൻഡഡ്. ഇതാണ് ഡബിൾ മൈൻഡഡ്. ഏതെങ്കിലും ഒരു അഡ്മിഷൻ വേണ്ടി ചെല്ലുമ്പോ അത് വേണോ ഇത് വേണോ, ഒരു സാരി എടുക്കാൻ ചെല്ലുമ്പോ അത് കൊള്ളാമോ ഇത് കൊള്ളാമോ, ഒരു വീട് വെക്കാൻ നേരത്തിന് ഇപ്പൊ വേണോ പിന്നെ വേണോ, പെണ്ണ് കെട്ടാൻ നേരത്തിന് അത് പോരാ ഇത് പോരാ, ഇത് വേണോ അത് വേണോ. ഭൗതികമായ സമസ്ത മേഖലകളിൽ ഇരു മനസ്സുള്ള ആളുകളുണ്ട്. അതിൽ നിന്നും വലിയ തടസ്സങ്ങളും പോരുകളും അരിഷ്ടതകളും കഷ്ടതകളും വെല്ലുവിളികളും അതിന്റെ ആഴങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിൽ അശുദ്ധി വ്യാപരിക്കുന്നു. ആലയത്തിനകത്തിരിക്കുമ്പോൾ ആ ബന്ധം വിടണം എന്ന് ചിന്തിക്കും, ആ കണക്ഷൻ ഇനി വേണ്ട എന്ന് ചിന്തിക്കുന്നു. ഇതെല്ലാം നല്ലതാകുന്നു എന്ന് ചിന്തിക്കും. ആലയം വിട്ടിറങ്ങുമ്പോ എല്ലാ കണക്ഷൻസും കയറി വരും, ബന്ധങ്ങൾ കയറി വരും. ഇരു മനസ്സുള്ളവർ സ്വതന്ത്രം. ആലയത്തിനകത്തിരിക്കുമ്പോൾ ആത്മികമായി ഉണർവ് അനുഭവിക്കണം, നന്മകൾ പ്രാപിക്കണം, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണം, ഇത്യാദി ഒരുപാട് കാര്യങ്ങൾ. പാപത്തെയും ശാപത്തെയൊക്കെ വിട്ട് ദൈവത്തെ അനുഗമിച്ച് അനുഗ്രഹിക്കപ്പെടണം എന്ന വലിയ തീഷ്ണത ഉണ്ടാകും. പക്ഷേ വീട്ടിൽ പോകുമ്പോഴത്തേക്കും മറ്റൊരു ഹൃദയം പ്രാപിച്ചിരിക്കും. ഇതിനാണ് ഡബിൾ മൈൻഡഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഞാനോ നിങ്ങളോ ആയാൽ അതിന് അശുദ്ധ ഹൃദയം എന്ന് പറയും. സ്വതന്ത്രം. ജീസസ്
ഇതിന് കർത്താവ് എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ പറയും, ഇതൊന്ന് കഴുകി വെടിപ്പാക്കണമേ, ഇതൊന്ന് കഴുകി വെടിപ്പാക്കണമേ. നമ്മുടെ പ്രാർത്ഥന കഴുകി വെടിപ്പാക്കണമേ, കഴുകി വെടിപ്പാക്കണമേ. സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് കഴുകി വെടിപ്പാക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങള് പ്രവാചകൻ വായിച്ചാൽ I will give a new heart to you എന്നാണ് എഴുതിയിരിക്കുന്നത്. I will pour my spirit upon it എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരുകയും, അപ്പം ഒരു സെറ്റപ്മെന്റ് അല്ല, ഒരു റിന്യൂവൽ അല്ല, പ്രസ്തുത റീപ്ലേസ്മെന്റ് ആണ്. പഴമയുള്ള നമ്മുടെ ഹൃദയത്തെ എടുത്തു മാറ്റിയിട്ട് ദൈവം നമുക്ക് ഒരു പുതിയ ഹൃദയത്തെ തരുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവമേ, എന്റെ ഇരുമനസ്സ് മാറി എനിക്കൊരു പുതിയ മനസ്സ് വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇരുമനസ്സും ഇന്നിവിടെ തകരണം, എല്ലാ ഇരുമനസ്സും ഇവിടെ നമ്മൾ കുഴിച്ചിടണം. എല്ലാ ഇരുമനസ്സിനാൽ വന്ന സകല അശുദ്ധിയും ഇന്ന് പകൽക്കാലം മാറിപ്പോകണം. We must be a single minded. ഒന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, അത് ദൈവത്തിന്റെ മനോഹരത്വം കാണാനും നിന്റെ ആലയത്തിൽ ദീർഘകാലം വസിപ്പാനും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ നമ്മോട് ദൈവത്തിന്റെ ആത്മ ആവശ്യപ്പെട്ടാൽ ബി സിംഗിൾ മൈൻഡഡ്. എന്ത് വെല്ലുവിളികൾ വന്നാലും, എന്ത് പ്രതിസന്ധികൾ വന്നാലും, ഒറ്റ നോട്ടം, ഒറ്റ തീരുമാനം, ഒറ്റ അഭിപ്രായം, ഒറ്റ അഭിലാഷം. ഹല്ലേലൂയ. ഡബിൾ മൈൻഡഡ് ഉണ്ടായാൽ കൃത്യമായി നമുക്ക് ശുദ്ധിയില്ലാത്തൊരു ഹൃദയം വരും. അത് കോസ് ആൻഡ് എഫക്ട് പോലെയാണ്. ഈ കോസ് ഉണ്ടായതുകൊണ്ട്, ഈ കാരണം ഉണ്ടായതുകൊണ്ട് ആ ഇഫക്റ്റ് ഉണ്ടാകുന്നു. ഡബിൾ മൈൻഡഡ് എന്ന കോസ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഹൃദയം അശുദ്ധമാകുന്നു. സ്തോത്രം. ജീസസ് നെയിം. പുതിയ ഹൃദയം. അപ്പൊ റീപ്ലേസ്മെന്റ് ചെയ്ത ഹൃദയത്തിന് വീണ്ടും അശുദ്ധി സംഭവിച്ചാൽ എന്ത് ചെയ്യും? അവിടെയാണ് ദിവസം വായിക്കുമ്പോ റിന്യൂവൽ ഓഫ് ദ സ്പിരിറ്റ് എന്നവിടെ എഴുതിയിട്ടുണ്ട്. വീണ്ടും ആത്മാവിന്റെ പുതുക്കത്തിലേക്ക്, വീണ്ടും ആത്മാവിന്റെ പുതുക്കത്തിലേക്ക്. നമ്മൾ ഈ 40 days ഒക്കെ ഫാസ്റ്റിംഗ് വരെ വയ്ക്കുന്ന എന്തിനാണ്? രണ്ട് കാര്യങ്ങൾ നടക്കാനാണ്. ഒന്ന് റീപ്ലേസ്മെന്റ്. കാലകാലങ്ങളിലൂടെ റീപ്ലേസ്മെന്റ് നടന്ന ആളുകൾക്ക് റിന്യൂവൽ വേണം. ദൈവം പുതിയ ഹൃദയം നൽകിയവർക്ക് ഏതെങ്കിലും കറ, വാട്ടം, മാലിന്യം, കോട്ടം ഒക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആത്മാവിൽ നിറഞ്ഞവരായി തീരുമ്പോൾ കൃത്യമായി നമ്മുടെ ഹൃദയം റിന്യൂഡ് ആയിട്ട് മാറും, പുതുക്കപ്പെടും. ജീസസ്. ഇന്ന് ചില ഹൃദയങ്ങൾ ഇവിടെ ഇന്ന് പകൽ പുതുക്കപ്പെട്ട എഴുന്നേൽക്കാം. ഒരിക്കലും ശരിയാവൂല എന്ന് തോന്നിയ ജീവിതങ്ങൾക്ക് ദൈവം ഇന്ന് പകൽക്കാലം പുതിയ ജീവിതം തരുകയാണ്. പുതിയ ഹൃദയം തരും. പുതിയ ഹൃദയം തന്നെന്ന് പറഞ്ഞാൽ പുതിയ ജീവിതം തന്നു. സ്തോത്രം. എത്ര പേർ ഇന്ന് പകൽക്കാലം ദൈവത്തിന് മുമ്പിൽ ആഗ്രഹിക്കുന്നു, കർത്താവ്, ഞാൻ ഇവിടെ കടന്നു വന്നത് വരെയുള്ള ആ പഴയ ജീവിതം എനിക്ക് വേണ്ട, എനിക്കൊരു പുതിയ ജീവിതം വേണം, ഒരു പുതിയ തുടക്കം വേണം. ജീസസ്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ഒരു മനുഷ്യൻ ആശ്രയിക്കാതെ ഇരുമനസ്സിനാൽ കടന്നുകൂടിയ ഹൃദയത്തിന്റെ അശുദ്ധി മാറ്റപ്പെടുന്നില്ല. 1:7 പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. ഹല്ലേലൂയ. എന്തുകൊണ്ട് യേശു രക്തം ചിന്തി എന്ന് ചോദിച്ചാൽ വേറൊന്നിനു വേണ്ടിയിട്ടല്ല, മാനവകുലത്തെ കഴുകിയെടുക്കുക, മാനവകുലത്തെ ശുദ്ധീകരിച്ച് ദൈവത്തോടു കൂടെ ഇരുത്തുവാൻ, ദൈവ മനുഷ്യനുമായി നിത്യത പങ്കിടാൻ. വേറൊന്നുമില്ല. പണ്ടുള്ള പ്രവാചകന്മാർ മുഴുവൻ, ന്യായാധിപന്മാർ, രാജാക്കന്മാരും പുരോഹിതന്മാരും യാഗങ്ങളും യാഗവിധികളും അനുഷ്ഠിച്ച് രക്തത്തിലൂടെ പാപമോചനം നേടിയിരുന്നെങ്കിൽ തന്റെ ഏകജാതനെ പുത്രനിലൂടെ നിത്യ നിയമത്തിന്റെ രക്ഷകനായി ഭൂമിയിലേക്ക് കടന്നു വന്ന യേശുവിന്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നതാകയാൽ ഇന്ന് എവിടെയെങ്കിലും റീപ്ലേസ്മെന്റ് വന്നവര് അവൻ ഹൃദയം ദൈവം പുതുതായി തന്നിട്ടും എവിടെയെങ്കിലും കറപടിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ കർത്താവിന്റെ ദാസന്മാരിൽ ഒരുവൻ നേരത്തെ ശുശ്രൂഷിച്ച പോലെ അവൻ കർത്താവിന്റെ സന്നിധി കവണ വീണ്, കർത്താവെ, ഹൃദയം ദൈവസന്നിധി അങ്ങ് ഏൽപ്പിച്ച് ഇന്ന് എന്നെ ശുദ്ധീകരിക്കണമെന്നുള്ള അവൻ നിറഞ്ഞ മനസ്സിലിരുന്നാൽ യു ക്യാൻ സീ അവർ ലിവിംഗ് ഗാഡ്. ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഞാൻ നേരത്തെ പറഞ്ഞു അസാധ്യമാണ് ദൈവത്തെ കാണാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് സാധ്യമാണെന്ന്. പണ്ടൊരിക്കൽ സിറ്റി ചർച്ചിൽ എനിക്കൊരുത്തൻ കത്തെഴുതി. പാസ്റ്റർ ഇപ്പോ എന്ന് പറയും, പിന്നെ വേറെന്ന് പറയും. ഞാൻ തിരിച്ചു കത്തെഴുതി, മോനെ നിനക്ക് ആദ്യ അവസാനവും നീ കേൾക്കാത്തതുകൊണ്ടാണ്. നീ ആദ്യം കേട്ടപ്പം അവസാനം കേൾക്കാതെ പോയതുകൊണ്ടാണ്. സ്തോത്രം. ആദ്യ അവസാനം കേട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. സ്തോത്രം. ദൈവത്തെ കാണും എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിന്റെ വീട്ടിൽ ചെന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. 3 പുരുഷന്മാർ അതികാലെ അബ്രഹാമിന്റെ വീട്ടിലേക്ക് എത്തി. സോദോം ഗോമോറ പട്ടണങ്ങൾ നശിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. 2 പേർ സോദോം ഗോമോറ പട്ടണത്തിലേക്ക് പോയി. ഒരാൾ അവിടെ നിന്നു അബ്രഹാമുമായി ഇടുവിൽ നിന്ന് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചു വരവേ അബ്രഹാമിന് മനസ്സിലായി ഇത് മറ്റാരുമല്ല, കൽദയ പട്ടണമായ ഊരിൽ നിന്നും ബഹുദൈവാരാധികളുടെ വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ഏക സത്യ ദൈവമായി യാഹ് എന്ന ദൈവമാകുന്നു. അബ്രഹാം വീണവനെ നമസ്കരിച്ചു. അബ്രഹാം ചത്തൊന്നും പോയില്ല. വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് വന്ന അബ്രഹാമിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അബ്രഹാമെ 99 വർഷത്തെ നിന്റെ പ്രശ്നത്തെ ഞാൻ പരിഹരിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ 99 വർഷത്തെ പ്രശ്നമുണ്ടായിരുന്നു. ലോകത്തിൽ ആർക്കും ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ല. എല്ലാ പ്രശ്നങ്ങളും പാപത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ സാറ ചിരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു പരിഹാര മാർഗം അവിടെ ഉണ്ടായി. നിങ്ങൾക്കറിയാം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവകാശമില്ല എന്നുള്ളതാണ്. ജീസസ് പക്ഷേ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ അവന്റെ 99 വർഷത്തെ പ്രശ്നം മാറി. അവിടെ വന്നത് ദൈവം ഇറങ്ങി തന്റെ അസ്തിത്വത്തിൽ വന്നു എന്നല്ല, എങ്കിൽ അബ്രഹാമിനെ കാണാൻ പറ്റൂല. യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിലും ഭാവത്തിലും മനുഷ്യന്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു വെളിപ്പാട് ദൈവത്തിന് എടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം സർവശക്തൻ എന്ന് പറയാൻ കാരണം. സ്തോത്രം. നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ, ഗ്രഹിക്കാവുന്ന തരത്തിൽ, ആസ്വദിക്കാവുന്ന തരത്തിൽ ഇന്ന് സനീഷ് പറഞ്ഞതുപോലെ നമുക്ക് അനുഭവിക്കത്തക്ക നിലയിൽ ദൈവം ഒരു വെളിപ്പാട് സ്വീകരിച്ച് നമ്മുടെ വീട്ടിൽ വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഊമക്കല്ലിന്റെ അടുക്കൽ പോകാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ദേവസ്ഥാപന സ്ഥാനങ്ങളൊന്നും നോക്കി പോകാത്തത്. എവിടെയെങ്കിലും ദൈവമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രസ്തുത നാം ചെല്ലുന്നിടത്ത് ദൈവമുണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലായോ? ജീസസ്. ദൈവം ഉള്ളിടത്ത് നമ്മൾ ചെല്ലുകയല്ല, നാം ചെല്ലുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ജീസസ്. ഇവിടെ നമ്മളെല്ലാവരും വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത് ദൈവം നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആരും ഇവിടെ വരാതിരുന്നെങ്കിൽ ദൈവം ഇവിടെ ഇല്ല എന്നുള്ളതിന് സാക്ഷിയാണ്. ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് വന്നതല്ല, നാം വന്നതുകൊണ്ട് നമ്മുടെ ദൈവം വന്നു. ഇത്രയേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. അവൻ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ അറിയുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹൃദയമാണോ ശ്രേഷ്ഠം, ബ്രെയിനാണോ ശ്രേഷ്ഠം? ഹൃദയമാണോ പ്രാധാന്യമുള്ളത്, ബ്രെയിനാണോ പ്രാധാന്യമുള്ളത്? ലോകമനുഷ്യൻ പറയും മസ്തിഷ്കമാണ് ശ്രേഷ്ഠം. ഹൃദയത്തെ ട്രാൻസ്പ്ലാന്റ് പോലും ചെയ്ത് വയ്ക്കാമല്ലോ, കൃത്രിമമായി പ്രവർത്തിപ്പിക്കാമല്ലോ, അല്ലേ? ഇതാ വരാൻ പോകുന്നു മറ്റൊരു ബ്രെയിൻ, യന്ത്ര ബ്രെയിൻ. മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാനും മസ്തിഷ്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വെറും വയറും കുറച്ച് ചെമ്പ്, ഇരുമ്പ്, അലുമിനിയം കമ്പികൾ കൊണ്ട് ഉപയോഗിച്ച് ഭയങ്കര ശക്തമായ ബ്രെയിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകം. നിങ്ങൾക്കറിയാമോ അത്? പക്ഷെ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി തപ്പി നോക്കിയാൽ അറിയാം. സ്തോത്രം. മനുഷ്യന്റെ ബ്രെയിനെ അബലമാക്കിക്കൊണ്ട് അതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ മനുഷ്യനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലമാണിത്. ജീസസ്. അപ്പൊ എന്ത് ചെയ്യും? ജീസസ് ഈ ബ്രെയിനെ മുഴുവൻ അത് കൺട്രോൾ ചെയ്യും.
എന്ത് ചിന്തിക്കണം എന്ന് മിഷൻ തീരുമാനിക്കുന്ന കാലഘട്ടം വരും എന്നാണ് സയൻസ് കഴിഞ്ഞ മാസങ്ങളിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. സ്വതന്ത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ബ്രെയിൻ ആണോ ശ്രേഷ്ഠം അതോ ഹാർട്ടാണോ ശ്രേഷ്ഠം? കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ നിങ്ങളോട് അടുത്ത ചോദ്യം ചോദിക്കാം. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ, ബ്രെയിൻ മരണം സംഭവിച്ചാൽ, മസ്തിഷ്ക മരണം സംഭവിച്ചാൽ ആള് ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ? പറ, 5 പറ. മെഡിക്കൽ സയൻസിൽ ഒരാൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, ആ മനുഷ്യൻ അപ്പോഴും മരിക്കുവോ ജീവിക്കുവോ? മരിക്കൂല. എത്ര ദിവസം കിടക്കാം? മറ്റു ഓർഗൻസ് എല്ലാം നിൽക്കുന്നവരെ കിടക്കാം, അല്ലേ? ഒരു മനുഷ്യന്റെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാലും വാസ്തവത്തിൽ മറ്റു ഓർഗൻസ് എല്ലാം പ്രവർത്തിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ ജീവനോടെ ഇരിക്കും. പക്ഷെ തിരിച്ചു ചോദിക്കൂ, ഹാർട്ട് ഡെത്ത് സംഭവിച്ചു, എത്ര മിനിറ്റ് ജീവിക്കും? ബ്രെയിൻ എത്ര മിനിറ്റ് ജീവിക്കാൻ പറ്റും? അപ്പൊ ബ്രെയിനാണോ ശ്രേഷ്ഠം ഹാർട്ടാണോ ശ്രേഷ്ഠം? ബ്രെയിനെ പോലും വർക്ക് ചെയ്യിപ്പിക്കാതെ മരണത്തിലേക്ക് നടത്താൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? ഏത് ഓർഗൻസ് നമ്മൾ പരിശോധിക്കണം. കാരണം എവിടെ ജീവൻ ഇരിക്കുന്നത്? വേണ്ട, രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ ചെയ്യാണിത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ വീട്ടിൽ ഒരു മുഷിയെ നമ്മൾ വെട്ടി, തലയെല്ലാം വെട്ടി മാറ്റി, തോലെല്ലാം ഉരിച്ചു, ചിറകെല്ലാം വെട്ടിക്കളഞ്ഞു, വാലും വെട്ടി. പക്ഷെ അതിരുന്ന് വെള്ളത്തിൽ കഴുകി മാംസം, എന്നിട്ട് അത് പുടയ്ക്കുന്നു. അവ സനീഷ് വളരെ കൊച്ചാണ്. സനീഷ് വന്ന് ചോദിക്കുന്നു, where is the life, papa? വാലും പോയി, തലയും പോയി, ഹാർട്ടും പോയി, പിന്നെ അതും പോയി, ഇതും പോയി, എല്ലാം പോയി, പിന്നെ അത് പുടയ്ക്കണ എങ്ങനെ? ഞാൻ പറഞ്ഞു, മക്കളെ, ലൈഫ് ലൈസ് ഇൻ ദ ബ്ലഡ്. കർത്താവിന്റെ വചനത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്നു, രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്. ജീസസ് അത്ര ശ്രേഷ്ഠമായ സയൻസ് ഒന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് ദൈവത്തിന്റെ ദാസന്മാർ പ്രവചിച്ചു വച്ചില്ലേ? സ്വത്രം ഭയങ്കര ബുദ്ധിരാക്ഷസന്മാരായിരുന്നു. സ്വത്രം. അപ്പോ സത്യം പറഞ്ഞാൽ ഈ ഹൃദയത്തിന് പമ്പിംഗ് വർക്ക് മാത്രമല്ല, വേദപുസ്തകം ഇതിന് ഭയങ്കരമായ ഫംഗ്ഷനുകൾ പറയുന്നുണ്ട്, ചുമതലകൾ പറയുന്നുണ്ട്. ഒരിക്കൽ ലോകത്തിന് ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് വചനം വായിക്കുമ്പോഴൊക്കെയും നിങ്ങൾ ബ്രെയിനിലല്ല യേശുവിനെ സ്വീകരിക്കേണ്ടത്, നിങ്ങൾ ഹൃദയത്തിലാണ് യേശുവിനെ സ്വീകരിക്കേണ്ടത് പറയും. നിങ്ങൾ ബ്രെയിനിലല്ല വിശ്വാസം സ്വീകരിക്കേണ്ടത്, നിങ്ങൾ ഹൃദയത്തിലാണ് വിശ്വാസം സ്വീകരിക്കേണ്ടത്. നിങ്ങൾ വചനങ്ങൾ ബ്രെയിനിലല്ല, ബ്രെയിനിൽ വചനങ്ങളുള്ള ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്, ഒരുപാട് മതഗുരുക്കന്മാരുണ്ട്. നിങ്ങൾ ഹൃദയത്തിലേക്കാണ് ദൈവത്തിന്റെ വചനങ്ങൾ ഗ്രഹിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്ന് പറയേണ്ടത്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചപ്പോഴപ്പോൾ ഒക്കെയും താൻ ബ്രെയിനോട് സംസാരിച്ചില്ല, താൻ ഹൃദയത്തോട് സംസാരിച്ചു. പലവട്ടം ഈ സദസ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ സകല മതങ്ങളും പഠിപ്പിച്ചു കൊല ചെയ്യരുത്, കൊല ചെയ്യരുത്. ഈ കൊല ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നത് മസ്തിഷ്കത്തോട് പഠിപ്പിക്കുന്നതാണ്, ബ്രെയിനോട് പഠിപ്പിക്കുന്നതാണ്. പക്ഷെ കർത്താവ് അങ്ങനെ പഠിപ്പിച്ചില്ല. കർത്താവ് he taught to the heart. കർത്താവ് പറഞ്ഞു, ഞാൻ ഹൃദയത്തോട് പഠിപ്പിക്കുന്നു, നീ കോപിക്കരുത്. Say angry comes out of the heart, not from brain. ദേഷ്യം ഉണ്ടാകുന്നത് ബ്രെയിനിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നത്രേ. കോപം ഒരുവന് വന്നില്ലെങ്കിൽ കൊലപാതകമില്ല. ചിരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ആരെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ജീസസ്. അപ്പോ കർത്താവ് ഹൃദയത്തിൽ നിന്നും പഠിപ്പിച്ചു, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പഠിപ്പിച്ചു. അപ്പൊ നന്നായി പഠിക്കാൻ കഴിയുന്നത് ബ്രെയിൻ, പഠിക്കാൻ കഴിയുന്ന സംഗതി അല്ലെങ്കിൽ സ്ഥിതി അല്ലെങ്കിൽ വസ്തു എന്ന് പറയുന്നത് ബ്രെയിനിലൂടെയല്ല, പിന്നെ ഹൃദയത്തിലൂടെയാണ്. ഇത് വളരെ കാര്യമായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ധാരാളം പ്രവൃത്തികളും ചുമതലകളുമാണ് വേദപുസ്തകം പറയുന്നത് ഹൃദയത്തെ സംബന്ധിച്ച്. അമേരിക്കയിലെ പ്രസിഡന്റുമാരിൽ ഒരു പ്രസിഡന്റായിരുന്ന റൂസ്വെൽറ്റ് ഒരിക്കൽ ബെർണാഡ് ബ്രൂക്സ് എന്നറിയപ്പെടുന്ന ഒരു എബ്രായ റബിയോട് ഒരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെയാണ്, ഞാൻ ബ്രെയിനെ അനുഗമിക്കണമോ, ബ്രെയിൻ പറയുന്ന അനുസരിച്ച് ഈ രാജ്യം ഭരിക്കണമോ, അതോ ഹൃദയം പറയുന്നത് കേൾക്കണമോ എന്ന് ചോദിച്ചു. ബെർണാഡ് ബ്രൂക്സ് എന്ന് പറയുന്നത് റബി മാത്രമല്ല, ഹീസ് എ ബെസ്റ്റ് ഫിലോസഫർ,
നല്ലൊരു താത്വിക ചിന്തകനാണ്. അദ്ദേഹം റൂസ്വെൽറ്റിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡോണ്ട് ഫോളോ ദ ബ്രെയിൻ, ഫോളോ യുവർ ഹാർട്ട്. നിന്റെ മസ്തിഷ്കത്തെ അല്ല നീ അനുധാവനം ചെയ്യേണ്ടത്. ഈ രാജ്യം നന്നായി ഭരിക്കാൻ നീ ഹൃദയം പറയുന്നത് പോലെ കേൾക്കണം. സ്വന്തം സ്വന്തം അച്ഛൻ അല്ലെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ മകൻ അല്ലെ മകൾ കരയുന്നില്ല. എന്റെ അർത്ഥം എന്തോ? അദ്ദേഹത്തിന് അവൾക്ക് അല്ലെങ്കിൽ ഹൃദയമുണ്ട്, പക്ഷെ എന്തില്ല? സോറി, മസ്തിഷ്കമുണ്ട്, പക്ഷെ എന്തില്ല? ഹൃദയമില്ല. ഹൃദയം വർക്കിംഗ് ആണെങ്കിൽ, ഹാർഡ് അല്ലെങ്കിൽ, അതല്പം കഠിനമേറിയതല്ല, സോഫ്റ്റ് ആണെങ്കിൽ, ലളിതമാണെങ്കിൽ കൃത്യമായിട്ടും ആ വ്യക്തി പൊട്ടിക്കരയും. പൊട്ടിക്കരയാതെ ഇരിക്കണമെങ്കിൽ ആ വ്യക്തി മാനസികരോഗിയായിരിക്കും. ജീസസ്. ഇങ്ങനെ ഹൃദയത്തിന്റെ ഭാഷ, ഹൃദയത്തിന്റെ പ്രവൃത്തി ഒരു മനുഷ്യർക്കും മനസ്സിലാക്കാൻ കഴിയാതെ ദൈവമാണത് മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങള് ഞാൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ഹൃദയം കപടമുള്ളതും എന്നാണ് കർത്താവ് പറയുന്നത്. കണ്ടോ എത്ര ഭയങ്കരം! പല കാര്യങ്ങൾ കർത്താവ് ഹൃദയത്തെ കുറിച്ച് പറയുന്നു. ഈ ഹൃദയത്തിന് ധാരാളം രോഗങ്ങൾ വരാം. എന്ത് വരാം? ധാരാളം ഈ ബ്ലഡ് സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്നത് മാത്രമല്ല, അതിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ധാരാളം സംഗതികൾ വരും. ബ്രെയിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള ആലോചന കൊടുക്കുന്ന ഒരു സാധനമാണ്. ഏത് ശരി, ഏത് ശരിയല്ല എന്ന് ചിന്തിപ്പിക്കുന്ന, പറയിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ശരി, എന്ത് തെറ്റ് എന്ന് ബ്രെയിൻ പറയുമ്പോ ഹൃദയം എന്ത് ചെയ്യുന്നു വെച്ചാൽ താല്പര്യപ്പെടുന്നു. ശരിയോ തെറ്റോ ഹൃദയം താല്പര്യപ്പെടുന്നു. ബ്രെയിനിന്റെ ജോലി ഇത് ശരിയാണ്, ഇത് തെറ്റാണ് എന്ന് പറയുക മാത്രമാണ്. അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ബ്രെയിൻ ചെയ്യുന്നത്. ബ്രെയിൻ അത് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ ചില സംഗതികളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിനോട് ചോദിച്ചാൽ പറയും അതിപ്പോ ഇല്ല എന്ന് പറയും, അല്ലേ? നമ്മളൊരു വാക്കിന്റെ അർത്ഥമൊക്കെ വെബ്സൈറ്റിൽ കയറി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും ഇറ്റ്സ് നോട്ട് ഫൗണ്ട്, അല്ലേ? കണ്ടില്ല എന്ന് പറയും. ഇതുപോലെ ബ്രെയിൻ ചിലപ്പം പറയും ഇതെനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയും. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞൂടാ, കൺഫ്യൂഷൻ എടുക്കും. പക്ഷേ ശരിയോ തെറ്റോ താല്പര്യപ്പെടുന്ന ഒരു സാധനമാണ് ഇത് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയം അങ്ങനെ ശരിയോ തെറ്റോ താല്പര്യപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു ബാഹ്യ ശക്തി അതിനെ പ്രചോദനം കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചിരിക്കണം, ആ ഇഷ്ടത്തെ താലോലിച്ചിരിക്കണം. ദൈവമാണ് ഹൃദയത്തിന്റെ താല്പര്യത്തെ ഉദ്ദീപിക്കുന്നതെങ്കിൽ കൃത്യമായി ആ മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു. സത്യസന്ധരും വിശ്വസ്തരും പരിചയസമ്പന്നരുമായ ആളുകളാണ് ആ താല്പര്യത്തെ ശരി എന്ന് ഹൃദയത്തോട് പറയുന്നെങ്കിൽ കൃത്യമായി ആ മനുഷ്യൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അതേസമയം യാതൊരു പരിജ്ഞാനമില്ലാത്ത വിഡ്ഢികളായ മനുഷ്യരോ അനുഭവ സമ്പത്തില്ലാത്തവരോ അറിവില്ലാത്തവരോ പ്രചോദനം നൽകിയാൽ ഹൃദയ താല്പര്യം അമ്മേ പാളിപ്പോവും, പരാജയത്തിലേക്ക് പോകും. ഇനി ദൈവം സ്വാധീനിക്കുന്നത് പോലെ, പ്രചോദിപ്പിക്കുന്ന പോലെ മലിനമായ ഹൃദയം ഒരു മനുഷ്യൻ സൂക്ഷിച്ചാൽ, അശുദ്ധമായ ഹൃദയം ഒരു മനുഷ്യൻ സൂക്ഷിച്ചാൽ കൃത്യമായി പിശാച് ഹൃദയ താല്പര്യത്തെ പ്രചോദിപ്പിക്കും. ഈ ഹൃദയ താല്പര്യത്തെ പ്രചോദിപ്പിക്കുന്നത് ദൈവം ഉണ്ടാക്കി വെച്ച ബ്രെയിൻ അത് തെറ്റാണ് എന്ന് 1000 വട്ടം പറഞ്ഞാലും പിശാച് 10,000 വട്ടം പ്രചോദിപ്പിക്കും. കാരണം എന്തുകൊണ്ടെന്നറിയാമോ? എത്ര ഭയാനകമായി കുടുംബങ്ങൾ അസ്തമിക്കുന്നത്, എത്ര ഭയാനകമായി ജീവിതങ്ങൾ പരാജയപ്പെടുമെന്നറിയാം. ഒരു ശുദ്ധ ഹൃദയമുണ്ടെങ്കിലേ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. ബ്രെയിൻ നല്ലതോ ശരിയോ എന്ന് പറയുന്ന കാര്യങ്ങള്, തെറ്റോ എന്ന് പറയുന്ന കാര്യങ്ങള് താല്പര്യപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ആത്മാവായിരിക്കണം, ദൈവത്തിന്റെ വചനമായിരിക്കണം, അനുഭവ സമ്പത്തുള്ളവരായിരിക്കണം, ആത്മീകന്മാരായിരിക്കണം. ജീസസ് ചിലരുടെ അടുക്കൽക്ക് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ദൈവ സാന്നിധ്യമാണ്. സത്യമക്കളെ പറയുന്നത് ഭയങ്കര ദൈവ സാന്നിധ്യം. കർത്താവദാസനൊക്കെ ഇവിടെ നിന്നപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ദൈവ സാന്നിധ്യമാണ്. ചിലർ നിന്നാ ഉണ്ടല്ലോ നമ്മുടെ ശരീരം തന്നെ ഡേർട്ടി ആയിക്കൊണ്ടിരിക്കും. അവിടെ നോട്ടം, അവിടെ പെരുമാറ്റം, സംസാരം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം ഡേർട്ടി ആയിക്കൊണ്ടിരിക്കും.
കാരണം അവരുടെ ഹൃദയം മുഴുവൻ ആര് സ്വാധീനിച്ചിരിക്കുന്നു? പാപവും പിശാചും സ്വാധീനിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരെ നിങ്ങൾ കാണുമ്പോൾ ഓടി രക്ഷപ്പെടണം. ജീസസ്, ഹല്ലേലൂയ, ജീസസ്. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ഡിസീസസ്, സംശയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിസീസാണ്. ധാരണപ്രശ്നം കാട്ടിൽ നിന്നുണ്ടാകുന്നത്, മലിനപ്പെട്ട ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതാണ് നമ്മുടെ ലൈഫിൽ വരുന്ന തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, സംശയം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ സംശയിക്കുന്നെങ്കിൽ, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നെങ്കിൽ, കൃത്യമായി തെറ്റിദ്ധാരണ മാറ്റാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. നേർക്കാഴ്ച തെറ്റിദ്ധാരണ മാറ്റും, കൂടിക്കാഴ്ച തെറ്റിദ്ധാരണ മാറ്റും. അടുത്തിരുന്ന കാര്യങ്ങൾ സംസാരിച്ച് തീർത്ത് ഇന്നതാണ് സത്യം എന്ന് മനസ്സിലാക്കി എഴുന്നേറ്റ് പോയി നോക്കൂ. ക്ഷമിക്കപ്പെടേണ്ടതാണെങ്കിൽ അവിടെ ക്ഷമിക്കപ്പെടും, സഹിക്കേണ്ടതാണെങ്കിൽ അവിടെ സഹിക്കപ്പെടും. അവിടെ ഒരു പരിഹാരം ഉണ്ടാവുമെന്നേ. ദൈവസന്നിധിയിൽ പരിഹാരമില്ലാത്ത ഏത് വിഷയമുണ്ട്? സ്വതന്ത്രം മനഃശാസ്ത്രപരമായി നമ്മൾ നോക്കുമ്പോഴേ the persecuted delusion of the heart എന്ന് എഴുതിയിട്ടുണ്ട്. സ്വതന്ത്രം നമ്മുടെ ഹൃദയത്തെ സംശയിപ്പിച്ച് പീഡിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഭയങ്കര ഭയാനകമാണ്. എത്ര കുടുംബങ്ങൾ അസ്തമിച്ചു പോയെന്നറിയാമോ? എത്ര പേർ ഭയത്തിന് ഇരകളായി തീർന്നെന്നറിയാമോ? എത്ര പേർ ജീവിതം വളരെ മ്ലാനമാക്കി തീർത്തെന്നറിയാമോ? വേറൊന്നുമല്ല, ഇങ്ങനെ എനിക്കൊരു ചിന്ത ഉണ്ടാകുന്നു. ഞാൻ കുടിക്കുന്ന വെള്ളത്തിലും ഞാൻ കുടിക്കുന്ന ആഹാരത്തിലും വിഷം ചേർത്ത് തരുന്നു ഒരു ചിന്ത ഉണ്ടാകുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരു അമ്മച്ചുണ്ട്, വളരെ കഷ്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹം ഉണ്ടാക്കിയ ആഹാരം പോലും അദ്ദേഹം എടുത്ത് വെച്ചാൽ ഒരു 10-15 മിനിറ്റ് നേരം ഒരു ഇരുമ്പോട്ട് അതിനകത്ത് ഇങ്ങനെ കുത്തി എന്ന് പറയും. പറഞ്ഞ് മാത്രമേ അത് കഴിക്കുള്ളൂ. ആരോ പൊടി കൊണ്ടിട്ടു, ആരോ പൊടി കൊണ്ട് 30 വയസ്സിനും 90 വയസ്സിനും ഇടയ്ക്ക് കടന്നവനാകുന്ന ഹൃദയത്തിന്റെ രോഗമാണിത്. മലിന ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. എനിക്ക് ആരെങ്കിലും വിഷം തരും, വരുമ്പോൾ എനിക്ക് വിഷം തരും, അമ്മായി അമ്മ എനിക്ക് വിഷം തരും, ഇന്നാര് എന്നെ വണ്ടി കയറ്റി കൊല്ലാനാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഭർത്താവിന്റെ വണ്ടി കയറ്റൂല. ഭർത്താവിന്റെ പൈസ കൊള്ളാം, ഭർത്താവിന്റെ കിടക്ക കൊള്ളാം, ഭർത്താവിന്റെ വീട് കൊള്ളാം, ഭർത്താവിന്റെ ശരീരം കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷെ ഭർത്താവിന്റെ വണ്ടി കയറൂല, മോന്റെ വണ്ടി കയറും. ജീസസ്. ഞാൻ ഒരിക്കൽ ആ സ്ത്രീയോട് ചോദിച്ചു, അയ്യോ അങ്ങേരെ ഒഴിച്ചു തള്ളിയിടുവന്ന്. ഇങ്ങേരെ സത്യം പറഞ്ഞ ദ ഡിസീസ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ രോഗമാണത്. ജീസസ്. നമ്മൾ ഇറങ്ങി പോകുന്നിടത്ത് ഗൂഢോത്രം ചെയ്തു വെച്ചിരിക്കുന്നു. ആരോ എന്തോ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നു. ഇതെല്ലാം ഹൃദയത്തിന്റെ സംശയങ്ങളാണ്. എടാ, അവിടെ കുഴിച്ചിട്ട് നമുക്കെന്ത് കാര്യം? ജീസസ്. ഒരു കാര്യമില്ലെന്ന്. ഒരുത്ത് ഗൂഢോത്രം ചെയ്ത് 42 പാമ്പുകളെ ഒരു പാമ്പ് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എന്നോട് പറഞ്ഞെങ്ങനെയാണ്, ഒരു ദൈവദാസനെതിരെ എന്തെങ്കിലും ചെയ്താൽ ദൈവം ക്ഷമിക്കുമോ? ഞാൻ പറഞ്ഞു, ക്ഷമിക്കുന്നൊക്കെ പണ്ട, ഇനി മേലെ നീ ചെയ്യാതിരുന്നാൽ മതി. എന്താ സംഭവിച്ചത്? കാവിപ്പോയി ഒരു കർമ്മം ചെയ്തു, സർപ്പങ്ങൾ അയച്ചു. പാസ്റ്റർ വീട്ടിൽ പാമ്പ് അങ്ങനെ പാമ്പുകൊണ്ട് പറഞ്ഞാണ് 6 മാസം കൊണ്ട് 42 പാമ്പ് പുള്ളിയുടെ വീട്ടിൽ ചെന്നു. ഇപ്പോഴും പാമ്പുണ്ട് പാസ്റ്റർ ഒന്ന് പറഞ്ഞയക്കണമെന്ന് ഒരു പ്രതിക്രിയ നടക്കുന്നു. നമ്മൾ അറിഞ്ഞോലുമില്ലെങ്കിലും സർപ്പക്കാവി പോയ കാര്യം. ആമേൻ. നമുക്കെതിരെ എന്ത് ചെയ്താലും, ഞാൻ കാരവള ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു കുടുംബത്തെ കുറിച്ച് പറയും. കാരണം അവിടെ ഒരു സേവയും പരിപാടിയും പിന്നെ പൂജ കർമ്മങ്ങളൊക്കെ ഉണ്ട്. അവർ എന്ത് തുടങ്ങോ അന്നൊക്കെ അത് പൊളിയും. അപ്പൊ എൻ്റെ അടുത്ത് ഒരു കൂട്ടത്തോട് ആളുകളെന്ന് പറയാണ്, നമ്മുടെ വിശ്വാസികൾപ്പെട്ട അത് കൂടോത്രം ചെയ്താൽ അത് പൊളിയുന്നേ. അതേ പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരത് തിരിഞ്ഞു പോലെ നോക്കാറില്ല. ആ വിചാരങ്ങൾ നിനക്ക് ഫലിക്കയില്ല, ലക്ഷണവിദ്യ നിനക്ക് ഏൽക്കയില്ല. ഈ വചനം വിശ്വസിക്കണമോ? തെറ്റിദ്ധാരണ ഉണ്ടായി മലിനപ്പെട്ട ഹൃദയത്തിൽ നിന്നും ഊഹാമോഹങ്ങൾ ഉണ്ടായി ജീവിതം കോഞ്ഞട്ടെ അവസാനിക്കണമോ? ഹല്ലേലൂയ. വളരെ കാര്യമുണ്ട്, ഓർക്കണം. അങ്ങനെയുള്ള സകലതും അങ്ങ് മാറ്റിക്കളയണം. ചിലരുണ്ട്, ആരോ എന്നെ കൊല്ലാൻ എന്റെ പുറകെ വരുന്നു.
ആരോ എന്റെ പിറകെ വരുന്നു, കൊല്ലാൻ വരുന്നു. വണ്ടിക്ക് സ്പീഡ് കൂട്ടി കളയുന്നവരുണ്ട്. ഇവിടെ ഇടിച്ച് തകരും. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വശത്ത് 10,000 പേരും വീണാൽ അത് ആ കൊല്ലാൻ വരുന്നത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് എന്റെ ദൂതന്മാർ നിന്റെ കരകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലെ മണലിന്മേലെ നീ ചവിട്ടും, ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. എന്താ ഇത് പറയാത്തത്? ജീസസ് നെയിം. ഇത് മലിനപ്പെട്ട ഹൃദയത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അതെല്ലാം ഇന്നിവിടെ സൗഖ്യമാകാനാണ് ഇവിടെ വന്നത്. ജീസസ്. മറ്റൊരു സംഗതി ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടി. അതിനെ എറോട്ടോമാനിക് ഡെലൂഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ഈ പ്രേമവും പ്രണയവും സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്. സോദരം, അതിങ്ങനെയാണ് അതിനകത്ത് ചിരി വന്നെനിക്ക് ഞാൻ വായിച്ചപ്പോൾ. ഏതോ ഉയർന്ന ശേഷിയും വിദ്യാഭ്യാസവും ആസ്തിയൊക്കെ ഉള്ള ഒരാള് ആരും കാണാതെ രഹസ്യമായി എന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത. അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, ഇവരുടെ മനസ്സ് പറയും, അയ്യോ അങ്ങേർക്കെന്നെ ഇഷ്ടമാണ്, അവക്കെന്നെ ഇഷ്ടമാണ്. ജീസസ്. ഇതിന്റെ പിന്നിൽ കല്യാണം പോലും കഴിയാതെ ആരോ എന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് സൈക്കോളജി പറയുന്നത്. അവർ 35-40 വയസ്സായിട്ട് പോലും കാര്യശേഷിയുള്ള ഒരാൾ വരും എന്ന് ചിന്തിക്കുന്നവരുണ്ടെന്ന് സൈക്കോളജി പറയുന്നു. ഇത് ഹൃദയത്തിന്റെ താളം തെറ്റിയ ജീവിതശൈലി വേണ്ട. മറ്റൊരു കൂട്ടരുണ്ട്, സ്വോത്രം, ഡെലൂഷൻ ഓഫ് ജെലസ് എന്ന് പറയും. അത് ഭയങ്കരമാണ്. അത് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നടക്കുന്ന സംഗതിയാണ്. തമ്മിൽ പരസ്പരം ഭയങ്കര സംശയം. പല അടി നടക്കുന്നത് സംശയം കൊണ്ടാണ്, അവർ പറയാത്തതാണ്. പല കലഹവും നടക്കുന്നത് സംശയം കൊണ്ടാണ്. നിന്നെ ഇപ്പൊ ഞാൻ ഡിവോഴ്സ് ചെയ്യും കേട്ടോ. ഇതെന്തിനാ പറയുന്നത്? ഞാൻ ഇപ്പൊ നിന്നെ ഡിവോഴ്സ് ചെയ്യും, വിവാഹമോചനത്തിന് വേണ്ടി പോവുകയാണ്. എന്തിനാ പറയുന്നത്? സംഭവം വേറൊന്നുമില്ല, സംശയമാണ്. എന്താണ്? പരസ്പര സംശയമാണ്. ചില വീടുകളിൽ ആത്മഹത്യ നടക്കുന്നു ഇത് സംബന്ധിച്ച്. ദൈവത്തിന്റെ സഭ ഇതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കണം. വരുന്ന ഓരോ ദിവസങ്ങളും കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളിലും ശ്രദ്ധിക്കാനുള്ള 30 വയസ്സിനും 90 വയസ്സിനും ഇടയിൽ ഈ രോഗബാധ ഉണ്ടാകാം. സ്വോത്രം. ഇത് സൗഖ്യമാകണം. ജീസസ്. നമ്മൾ വളരെ സ്പഷ്ടമായി മനസ്സിലാക്കണം. ഇങ്ങനെ ഇയാളെ സംശയിക്കുന്നു എന്നല്ല, ഇവള് സംശയിക്കുന്നു എന്ന് എങ്ങനെ അറിയാം? ഭർത്താവ് വന്നു കഴിഞ്ഞ ഉടനെ ഭർത്താവിന്റെ മൊബൈൽ എടുത്ത് ആരെയൊക്കെ വിളിച്ചെന്ന് ഇങ്ങനെ നോക്കും. ഭാര്യ കുറേ കഴിഞ്ഞാൽ ഭാര്യയുടെ മൊബൈൽ എടുത്തിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഭർത്താവോ ഭാര്യയോ കയറി വരുമ്പോൾ അവരുടെ ഡ്രസ്സ് മണപ്പിച്ചു നോക്കും. വേറെ ആരുടെയെങ്കിലും മണം ഉണ്ടോ എന്ന് നോക്കും. ഡ്രസ് നോക്കും, മണപ്പിച്ചു നോക്കും. സ്വന്തം ഭാര്യ രാവിലെ കിച്ചണിൽ പോയാൽ കുട്ടികൾക്ക് ആഹാരം വയ്ക്കാൻ പറ്റും. പക്ഷെ ഭാര്യ കിടക്കെന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അപ്പോഴും ഉണരും ഭർത്താവ്. മനസ്സിലായോ? ഒരു 2 വട്ടമെങ്കിലും പതുക്കെ ഒളിച്ചു ചെന്ന് അടുക്കള ചെന്ന് നോക്കും. ഭാര്യ ഒറ്റയ്ക്കാണ് നിൽക്കുന്ന, വേറെ ആരെങ്കിലും ഉണ്ടോ, ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ? സ്വതന്ത്രം. ഇത് കഷ്ടവും നോക്കൂ. ജീസസ്. ഇതെല്ലാം ഡേർട്ടി ഹാർട്ടിൽ നിന്നുണ്ടായ ഡിസീസസ് ആണ്, രോഗങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ചെയ്യും. ഇതെല്ലാം നീങ്ങിപ്പോകണം. ഹല്ലേലൂയ. നീങ്ങിപ്പോകണം. ചിലരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഡെലൂഷൻ ഓഫ് ഗ്രാറ്റിയസ് എന്നാണ് അതിനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നടക്കുമ്പോൾ അവരുടെ ഹൃദയം പറയും, യു ആർ ഗ്രേറ്റ്, നിനക്ക് തുല്യനായിട്ട് ആരുമില്ല, നിനക്ക് തുല്യനായി നിന്റെ കഴിവുകൾ ഭയങ്കരമാണ്. ഒരു കഴിവും കാര്യശേഷിയൊന്നും കാണൂല. അത് മറ്റുള്ളവർക്കറിയാം. എനിക്കിപ്പം മുഖ്യമന്ത്രിയാവാൻ കാര്യശേഷി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്നെ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ പിണറായി വിജയനേക്കാൾ മിടുക്കലാണ്, പിണറായി വിജയനേക്കാൾ. ഡിസീസ് ഓഫ് ദ ഹാർട്ട്. ജീസസ്. സ്വതന്ത്രം. ഇങ്ങനെ അവരവരുടെ കാര്യശേഷി മനസ്സിലാക്കാൻ കഴിയാതെ ഞാൻ ഇന്നാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിനെ ഡേർട്ടി ഹാർട്ടിൽ നിന്നുണ്ടായ ഡിസീസ് എന്നാണ് പറയുന്നത്. സ്വതന്ത്രം. ഞാൻ ഇന്നാരാണ്, ഞാൻ ഇന്നാരാണ്.
ചിലര് വെള്ളം അടിച്ചോണ്ടെങ്കിലും പറയാൻ കേട്ടിട്ടില്ലേ? എനിക്ക് മുഖ്യമന്ത്രിയുമായിട്ട് എന്ത് ബന്ധമെന്നറിയാമോ? ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ വിളിക്കാനായിട്ട് തന്നെ ശ്രമിച്ചതേ ഉള്ളൂ. പാർട്ടി ലെവലിൽ എനിക്ക് ഭയങ്കര പിടുത്തമാണെന്ന്. ഭയങ്കര നമ്മുടെ ഒരു പാസ്റ്ററുണ്ട്, ഒരിക്കൽ മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടിയുമായിട്ട് നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് പുള്ളി പലപ്പോഴും കാണിക്കും. എനിക്ക് ഉമ്മൻചാണ്ടിയുടെ ഭയങ്കര ബന്ധമാണ് എന്ന് പറയും. രാഷ്ട്രീയക്കാർ എല്ലാവരും വെച്ച് പറയും. ഒരു അടുത്ത ചർച്ചിലൊരു പാസ്റ്ററാണ്, ഇപ്പൊ അവിടെ നിന്നൊക്കെ പോയി പുള്ളി. ഭയങ്കര ബന്ധം എന്നാ പറയണം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഇതൊക്കെ വിശ്വസിച്ചാണ്. ഒത്തിരി തവണ ഒരു കള്ളം പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിൽ പെട്ടെന്ന് സത്യമാണെന്ന് തോന്നിപ്പിക്കും. അത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സോവിയങ്ങളുടെ വിഷയം, അവരുടെ വസ്തുവകകളെല്ലാം പോയി ഒരുത്തൻ ചീറ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ. അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഒരു പത്രം എഴുതിക്കൊണ്ട് ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഈ വലിയ ആളിനെ വിളിച്ചു. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് വലിയ ബന്ധമുണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു പറയണം. എൻ്റെ ദൈവമേ, അങ്ങേര് വന്ന് എനിക്കിപ്പോൾ വിളിക്കാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളെ കൂടെ ഒന്ന് അതുവരെ ഒന്ന് വാതിൽ വരെ വന്നാലും മതിയല്ലോ. സ്വോത്രം ഒന്നില്ല. സ്വോത്രം. ഇത് ഈ വൃത്തികെട്ട ശുദ്ധിയില്ലാത്ത ഹൃദയത്തിൽ ബാധിച്ച ഒരു രോഗമെന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ അറിയപ്പെടാത്ത, ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ കഴിയാത്ത ഒരുപാട് രോഗബാധയോടുകൂടിയാണ് മാനവലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വോത്രം. ഇതിനൊക്കെ ഇവിടങ്ങളിലെല്ലാം പൂർണ്ണ സൗഖ്യങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു വളർച്ചയും അനുഗ്രഹവും പുതുക്കവും ഉന്മേഷവും ഒക്കെ നമുക്ക് സംഭവിക്കുകയുള്ളൂ. ഇതെന്തുകൊണ്ടാണ് വരണ്ട എന്ന് ചോദിച്ചാൽ വ്യക്തമായൊരു മറുപടി ആരും പറയുന്നില്ലെങ്കിലും കണ്ടെത്തിയ ചില കണ്ടെത്തലുകളുണ്ട്. ഒന്ന്, ഹെറിഡിറ്ററി എന്നാ പറയുന്നത്. അമ്മയ്ക്കുണ്ടെങ്കിൽ മോക്കും കാണും, അവിടെയാണ് പ്രശ്നം. അച്ഛനുണ്ടെങ്കിൽ മോനും കാണും. ജീസസ് സ്വോത്രം. ഇതിനകത്ത് റീപ്ലേസ്മെന്റോ റിന്യൂവലോ ഉണ്ടായാൽ രക്ഷപ്പെട്ടു. മനസ്സിലായില്ല? ഒന്ന്, അങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് ഇവണ്ണം ഉണ്ടാകുന്ന രോഗങ്ങൾ മക്കളിൽ നിശ്ചയമായി പകരപ്പെടും. പക്ഷെ അവിടെ സൗഖ്യങ്ങൾ വേണം. ഇത് വേണം. ഹീലിംഗ് കംസ് ഇൻ അവർ ചർച്ച്, ഇൻ അവർ വർഷിപ്പ് സർവീസ്. കൃത്യമായി സംഭവിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ സത്യമായവയാണ്. എന്റെ അച്ഛനെന്നും എന്റെ അമ്മയെന്നും ഇങ്ങനെയുള്ള രോഗങ്ങൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നു. എന്റെ അശുദ്ധ ഹൃദയം അതിനായി ഇങ്ങനെ കീഴ്പ്പെട്ടു പോയി, വിധേയപ്പെട്ടു പോയി. കർത്താവേ എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു വന്നാൽ ഏത് ഹെറിഡിറ്ററിയൽ രോഗങ്ങളും മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കുന്ന സകല രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു ഹീറോയാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തൂടാ? ഐഡന്റിഫൈ ചെയ്യണം. ഇതിന്റെ അമ്മയിൽ നിന്ന് വന്നതാണ്. ഈ ഇടയ്ക്ക് ഒരു വേസ്റ്റ് ബോക്സ് വീട്ടിൽ, അതിനകത്തൊരു പ്ലാസ്റ്റിക് ഉണ്ട്. ഞാൻ പല്ല് തേച്ചിട്ട് വന്നിട്ട് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് വീണ്ടും പിന്നെ ഒരു ചെറിയൊരു അസ്വസ്ഥ പോലെ വായി തോന്നി. അപ്പൊ ഞാൻ ഈ വേസ്റ്റ് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൽ തുപ്പി. എന്റെ ഭാര്യ ഉടനെ വന്നിട്ട് പറഞ്ഞു, കൊള്ളാം, ഇത് അമ്മേരെ രോഗം, ഇത് അമ്മേരെ. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. കാരണം എന്റെ അമ്മ ഇങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ചോദ്രം. ഇങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ടെന്ന്, ഇതൊക്കെ നിസ്സാര രോഗങ്ങളെന്ന് നിങ്ങൾ കരുതരുത്. സ്വോത്രം. എല്ലാം സൗഖ്യമാകണം. വളരെ വെൽ പ്ലീസന്റ് ആയിട്ട്, വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് ഈ സമൂഹത്തിൽ വളരാൻ പറ്റും, ഉയരാൻ പറ്റും. നമ്മുടെ ഹൃദയം മാത്രം ശരിയായാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അത് റൈറ്റായിട്ട് നമുക്ക് ചിന്തിക്കാൻ പ്രവർത്തിക്കാനും പറ്റുമല്ലോ. അതാണ് അതിനകത്തുള്ള സത്യാവസ്ഥ. ചിലർക്ക് അതൊരു ശാരീരിക രോഗം തന്നെയാണ്. ന്യൂറോ ട്രാൻസിസ്റ്റേഴ്സിന്റെ ഏറ്റക്കുറച്ചിലെന്നാണ് പറയുന്നത്. ജീസസ്. ചിലർക്ക് ചില ഹോർമോൺ ഗ്രന്ഥികൾ പ്രവർത്തിക്കാതെയോ അതിൽ വരുന്ന രോഗങ്ങളോ എന്ന് പറയുന്നത്. ചിലർക്ക് തുടർമാനമുള്ള മദ്യപാന പുകവലിയോ കൊണ്ട് ഈ വിധ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് ഹൃദയം അശുദ്ധമായി എന്നതിൻ്റെ ലക്ഷണമാണ്. രോഗം ബാധിച്ചിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. മ്ലാനമായി കഥകടച്ച് റൂമിനകത്തിരിക്കുന്ന ചിലർ കണ്ടിട്ടില്ലേ? മൂഡ് ഓഫ് എന്നതിനെ പറയും. കഥകടച്ച് വീട്ടിനകത്ത് ഇരിക്കും. അത് ഇതിൻ്റെ ലക്ഷണമാണ്. ഈ അടുത്ത റൂമിൽ ഒരു വിളി കേട്ടു, കരച്ചിൽ കേട്ടു. ഞാനൊരു ദിവസം കാരവള വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോഴത്തേക്കും ഒരു സ്ത്രീ അവിടെ മരിച്ചു പോയിട്ടുണ്ട്. ഈ കിഡ്നി ട്രബിൾ വന്ന് ഒരു 26-28 വയസ്സായ ഒരു സ്ത്രീ മരിച്ചുപോയി. അപ്പോൾ ആ സ്ത്രീ കടന്നുറങ്ങിയ റൂമിൽ നിന്നും ടോയ്ലറ്റിൽ നിന്നും ഒരു ദീനരോധനമായ കരച്ചിൽ ഇങ്ങനെ പൊങ്ങി വരുന്നു.
ആ വീട്ടുകാർക്ക് ഉറക്കമില്ല, വലിയ ഭാരമാണ്. എന്നെ വിളിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിപ്പിച്ചു. ഞാൻ ഷൗട്ട് ചെയ്ത് പിശാചിനെയൊക്കെ അങ്ങ് ശാസിച്ചു. പക്ഷെ സാത്താൻ അവിടെ വരാൻ കാരണവും അത് പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമല്ല, ഡേർട്ടി ഹാർട്ടിൽ നിന്നും ഉണ്ടായ ഹൃദയത്തിന്റെ രോഗമാണ്. അതിനെ ഹാലൂസിനേഷൻ എന്ന് പറയും സൈക്കോളജി. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു കാര്യം ഉള്ളതുപോലെ ഫീൽ ചെയ്യും, ഉള്ളതുപോലെ ഫീൽ ചെയ്യും. ഒരു മനുഷ്യൻ ഒരിക്കൽ പവടിക്കോണത്തിനടുത്ത് രാത്രി ഉറങ്ങൂല. സ്വന്തം ഭാര്യയുടെ കട്ടിലിന്റെ തൊട്ട് അപ്പുറത്ത് ജനലുണ്ട്, ജനലിന്റെ കീഴെ അവൻ ഇങ്ങനെ ഇരിക്കും. കാരണം അവന് ഫീൽ ചെയ്യുന്നുണ്ട് അകത്തെ റൂമിൽ ആരോ വരുന്നുണ്ട്, ഇന്ന് പിടിക്കണം. ഇതൊക്കെ ഹാലൂസിനേഷനാണ്. സ്വത്രം ചിലർക്ക് ചിത്തഭ്രമം കൊണ്ട് ഇതുണ്ടാവും. എല്ലാം നമ്മുടെ ഹൃദയം സൗഖ്യമാകണം യേശുവിന്റെ നാമത്തിൽ. നമ്മുടെ വീട്ടിനകത്ത് ഒരു ചെറിയ വൃത്തികെട്ട സാധനം റൂമിന്റെ അരികിൽ എവിടെയെങ്കിലും ഇരുന്നാൽ, ഒരു കോർണറിൽ ഇരുന്നാൽ മതി, അതിന്റെ സ്മെല്ലിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ വീട് മുഴുവൻ ആ നാറ്റം വന്നുകൊണ്ടിരിക്കും. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്ന് കയറുമ്പോൾ എന്താ എന്ന് പറയും. ചിലപ്പോൾ പാസ്റ്റർ വീടായതുകൊണ്ട് പറയില്ലായിരിക്കും, എങ്കിലും കൈ വെച്ചിട്ട് പോകും. കാരണം എന്തുകൊണ്ട് സാധനം എന്ത് ചെയ്യുന്നു, ആ റൂം മുഴുവൻ പരിഹാരം ഉണ്ടല്ലോ, അതൊന്ന് വൃത്തിയാക്കി ശകലം മണ്ണെണ്ണയുടെ ഡോർ ഒഴിച്ചു കഴിഞ്ഞാൽ സംഗതി ക്ലീൻ ആകുമല്ലോ. അതുപോലെ പുതിയ ഹൃദയം പ്രാപിച്ച ദൈവമക്കളിൽ എവിടെയെങ്കിലും ഒരു സ്റ്റിങ്കിങ് സ്മെൽ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രോഗം വരാതിരിക്കാൻ ഹൃദയം അശുദ്ധമായി കുറച്ചു നാൾ സൂക്ഷിച്ചാൽ കൃത്യമായി രോഗം ബാധിക്കും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പലവിധ രോഗങ്ങൾ ബാധിക്കും. നമ്മുടെ ജീവിത പങ്കാളികളെ ഒരിക്കലും നമ്മൾ സംശയിക്കരുത്. നമ്മുടെ ഭാവി ഒരിക്കലും തകർന്നു പോകരുത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കി പണിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ ജീവിതത്തെ പണിയണമേ എന്ന് പറഞ്ഞുകൊണ്ട്, പിശാചിനും പാപത്തിനും എന്റെ ഹൃദയത്തിനകത്ത് ഇടമില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ഇരുളിന്റെ അന്ധകാരത്തിനും എന്റെ ഹൃദയത്തിനകത്ത് ഇടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അയ്യം വിളിച്ചുകൊണ്ട് കർത്താവിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ഒരിക്കലും ശരിയായിട്ടില്ലാത്ത ചില ഹൃദയങ്ങളോട് കൂടെ തിരുമുമ്പിലായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ടെന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരത്താൽ ഒരു പുതിയ ഹൃദയം പ്രാപിച്ച് അവന് പുതിയ ജീവിതം ആരംഭിച്ച് ദൈവത്തോടൊപ്പം ആനന്ദിക്കുവാൻ താല്പര്യത്തോടുകൂടെ ഞാൻ നിൽക്കുന്നുവെന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിന് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നവോത്ഥാനം ഉണ്ടാകണം. നമ്മുടെ ദൈവത്തെ നമ്മൾ കാണണം. ഹൃദയ ശുദ്ധി ഉള്ളവൻ ഭാഗ്യവാൻ. അവൻ ദൈവത്തെ കാണും. ഒരുവൻ ദൈവത്തെ അറിഞ്ഞാൽ, ദൈവത്തെ കണ്ടാൽ, ദൈവം അവന് വെളിപ്പെട്ടു വന്നാൽ അവന്റെ സകല സങ്കീർണമായ പ്രശ്നങ്ങളും അതോടുകൂടി അവസാനിക്കുകയാണ്. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ ഹൃദയത്തെ തൊടണമെന്ന്, എന്റെ ഹൃദയത്തെ തൊടണമെന്ന്, എന്റെ ജീവിതത്തെ തൊടണമെന്ന് എത്ര പേർക്ക് ദൈവസന്നിധി പ്രാർത്ഥനയോട് കണ്ണുനീരോട് ദൈവസന്നിധിയായിരിക്കാൻ കഴിയും? കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കാം. ഏതെങ്കിലും കുടുംബങ്ങൾ സംഘർഷങ്ങളോ ജീവിത ഭാരങ്ങളോ സംശയങ്ങളോ ഉദിച്ചിട്ടുണ്ടെങ്കിൽ നസ്രനായ യേശുവിന്റെ നാമത്തിൽ അവയെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമെന്ന് ദൈവത്തോട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിപ്പാൻ നീ തയ്യാറാകുമോ? ഹല്ലേലൂയ. നീ കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും നിനക്ക് സംശയം തോന്നുന്നുവെങ്കിൽ, നിന്റെ ചുറ്റും ഗൂഢോത്തരം ചെയ്തു വച്ചിരിക്കുന്നു എന്ന് നിനക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ, നസ്രനായ യേശുവിന്റെ നാമത്തിൽ സകല ആഭിചാര ശക്തികളെക്കാൾ അതീതമായി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നിന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നീ തിരിച്ചു പോകണം. യേശുവിന്റെ നാമത്തിൽ സകലത്തിന് ഇവിടെ പരിഹാരമുണ്ട്, ഇവിടെ പ്രതിക്രിയയുണ്ട്. മന്ത്രവാദിയുടെ അടുക്കലേക്ക് ഓടുകയല്ല, സ്തോത്ര പ്രവാചകന്മാരുടെ അടുക്കലേക്ക് ഓടുകയല്ല. പ്രവാചകന്മാരിൽ വലിയവനായ ഒരു ദൈവം നിന്റെ മധ്യമുണ്ട് എന്ന് നീ മനസ്സിലാക്കി. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരേണ്ടത് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് അമ്മ കൊടുത്ത് നമുക്ക് തിരുമുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവ് പറയുന്നു, നിന്റെ തലയിലെ ഓരോ രോമങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു, നീയോ ഭയപ്പെടരുത്. യേശുവിന്റെ നാമത്തിൽ ഇത്രമാത്രം വളരെ വ്യക്തമായി അറിയുന്ന സർവശക്തന്റെ കരങ്ങൾ നാം ആയിരിക്കുന്നുവല്ലോ. യോശുവയുടെ ദൈവം പറയുന്നു, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ വാഗ്ദത്തം നിനക്കും എനിക്കും നമ്മുടെ സന്തതിക്കും ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇരമ്യാവ് ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ സൗഖ്യമാക്കണമേ. നീ എന്നെ സൗഖ്യമാക്കിയില്ലെങ്കിൽ ഞാൻ സുഖപ്പെടുകയില്ല. ദൈവമേ നീ എന്നെ രക്ഷിക്കണമേ. നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുകയില്ലല്ലോ. എന്റെ പുകഴ്ച ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നു എന്ന് ഇരമ്യാവ് കരഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധി കരയാൻ. ദൈവം സൗഖ്യമാക്കുന്നില്ലെങ്കിൽ നീ സുഖപ്പെടുന്നില്ല. ദൈവം നിന്നെ രക്ഷിക്കുന്നെങ്കിൽ നീ രക്ഷപ്പെടുന്നില്ല. ഇന്ന് വായി തുറന്ന ദൈവസന്നിധിയിൽ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവേ, എന്നെ രക്ഷപ്പെടുത്തണമേ കർത്താവേ, എന്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ ദൈവമേ.
എന്റെ അവസരങ്ങൾ എന്റെ മുമ്പിൽ തുറന്നു വരണമേ. എനിക്ക് പലതും ചെയ്യാൻ ഒരു എനർജറ്റിക് അല്ല ഞാൻ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ എന്റെ കൂടെയുള്ള പലരും വലിയ എനർജറ്റിക് ആണ്. ഞാൻ പലപ്പോഴും ഒരു മൂഡ് ഓഫ് ആണ്. യേശുവിന്റെ നാമത്തിൽ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് വചനം പറയുന്ന പോലെ ആത്മാവിൽ നിറഞ്ഞവനായി, ആത്മാവിൽ നിറഞ്ഞവളായി. നമ്മുടെ ഹൃദയം ശൂന്യമാക്കിയിടരുത്. നമ്മുടെ ഹൃദയം വൃത്തികെട്ട സാധനങ്ങൾ കൊണ്ട് നിറച്ചു വയ്ക്കരുത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധമായ ദൈവകൃപയുടെ വലിയ അളവുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മ പകരുവാൻ ഇച്ഛിക്കുകയാണ്. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇരുളിന്റെ ശക്തികൾ മാറിപ്പോകട്ടപ്പാ. ഇരുളിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ കർത്താവേ. ഇരുളിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ കർത്താവേ. ഇരുളിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ കർത്താവേ. ഇരുളിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ കർത്താവേ. ഹൃദയങ്ങളിലേക്ക് വെളിച്ചമാകുന്ന ക്രിസ്തു ഇറങ്ങി വരട്ടെ. നിന്റെ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളിലോ വ്യക്തിപര ജീവിതത്തിലോ ബിസിനസ് മണ്ഡലങ്ങളിലോ ഉപജീവന മാർഗങ്ങളിലോ തലമുറകളിലോ വ്യാപരിക്കുന്ന അവൻ ഭാവത്താലും ശാപത്താലും ഹൃദയത്തിന്റെ താളപ്പിഴകൾ കൊണ്ടുണ്ടായ എല്ലാ സകല ഭാവത്തിലും ശാപത്തിലും ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ അഴിക്കുകയാണ്. രാജരാജൻ എഴുന്നള്ളറാ പുത്രിയാക്കുക എന്ന് ശ്രുതി പാടുക. എന്റെ രാജരാജൻ എഴുന്നള്ളറാ പാനിൽ വരറാ. നിങ്ങളെ സൗഖ്യമാക്കും. കാഹളത്തിൻ 18 വർഷമായി കൂനിയായ സ്ത്രീയെ യേശു ബന്ധനങ്ങളെ അഴിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ജീവിത ഹൃദയത്തിൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ അത് ബന്ധനങ്ങളാണ്. അതിനാൽ ശാരീരിക രോഗങ്ങൾ വരാം,